നമസ്കാരം. PK മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ഭഗീരഥ പ്രയത്നത്തിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. പൊതുവെ അല്പം ബുദ്ധിമുട്ടി കാര്യങ്ങൾ നടത്തുമ്പോൾ ഭഗീരഥ പ്രയത്നം നടത്തിയിട്ട് ഞാനത് സാധിച്ചെടുത്തത് എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. ഇന്ത്യയിലെ മിക്ക ഭാഷകളിലും ഭഗീരഥ പ്രയത്നം എന്ന ഭാഷാശൈലി പ്രയോഗം കാണാൻ സാധിക്കും. അതിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. പണ്ട് സഗരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. സഗരന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു മകനും മറ്റേയാൾക്ക് 60,000 മക്കളും. എല്ലാ രാജാക്കന്മാരും നടത്തുന്നത് പോലെ സഗരനും ഒരു അശ്വമേധയാഗം നടത്തി. ആ യാഗത്തിലെ കുതിരയെ ഇന്ദ്രൻ പിടിച്ചുകൊണ്ടുപോയി. സഗരൻ്റെ മക്കൾ കുതിരയെയും അന്വേഷിച്ച് എല്ലായിടത്തും അന്വേഷിച്ച് നടന്നു. ഇന്ദ്രൻ പക്ഷേ കുതിരയെ കൊണ്ടുപോയി പാതാളത്തിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന കപില മഹർഷിയുടെ അടുക്കൽ കെട്ടിയിട്ട് സ്ഥലം വിട്ടു. സഗര രാജാവിൻ്റെ 60,000 മക്കൾ വന്നു നോക്കുമ്പോൾ കുതിരയുണ്ട് ദാ നിൽക്കുന്നു. അവർ സന്തോഷത്തിൽ ബഹളം വെച്ചു. മുനിയെ കള്ളനെ പോലെ കാണുകയും ചെയ്തു. അത് മുനിക്കത്ര ദഹിച്ചില്ല. അദ്ദേഹം എല്ലാത്തിനെയും ഭസ്മമാക്കി. പാവം സഗരൻ. അദ്ദേഹത്തിന് മക്കൾ മരിച്ചാൽ ചെയ്യേണ്ട ക്രിയകളൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരെ ഏൽപ്പിച്ച് വേർപെട്ടുപോയി. പിൻതലമുറക്കാർക്കും ആ മക്കൾക്ക് മോക്ഷക്രിയകൾ ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ആ ദൗത്യം തലമുറകൾ കൈമാറി വന്ന് ഭഗീരഥൻ എന്ന രാജാവിൻ്റെ അടുത്തെത്തി. സൂര്യവംശ രാജാവും അയോധ്യാധിപതിയുമായിരുന്ന ദിലീപൻ്റെ പുത്രനാണ് ഭഗീരഥൻ. ഭഗീരഥൻ തൻ്റെ മുൻഗാമികൾക്ക് ചെയ്യാൻ സാധിക്കാതിരുന്ന സഗരപുത്രന്മാർക്ക് മോക്ഷത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ദൃഢപ്രതിജ്ഞയെടുത്തു. ഭഗീരഥൻ ഗംഗാദേവിയെ പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി നിരവധി വർഷങ്ങൾ തപസ് ചെയ്ത് ഗംഗ പ്രത്യക്ഷയായി. ഗംഗയോട് ഭഗീരഥൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒഴുകി വന്ന് തൻ്റെ കുടുംബക്കാരെയൊക്കെ ശുദ്ധീകരണം നടത്തണം എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, ഞാൻ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വന്നാൽ പക്ഷേ ഭൂമിക്ക് അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാകുമോ എന്നാണ് സംശയം. തൻ്റെ കുലം കുത്തിയുള്ള ഒഴുക്കിനാൽ ഭൂമി തകർന്നു പോകുമോ എന്ന് ഗംഗ അവതരിപ്പിച്ചു. എന്നാൽ ഗംഗയുടെ ഏതൊഴുക്കും തടയുവാനുള്ള കരുത്ത് സാക്ഷാൽ പരമശിവന് മാത്രമാണുള്ളത്. അതിനാൽ ശിവനെ കൂടി തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു വരുവാൻ ഗംഗ ഭഗീരഥനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഭഗീരഥൻ തപസ് ചെയ്ത് ശിവനെ സംപ്രീതനാക്കി. ഭഗവാൻ ശിവൻ ഗംഗയെ സ്വീകരിക്കാൻ സമ്മതം നൽകി. വീണ്ടും ഗംഗയെ തപസ് ചെയ്ത് ഗംഗാദേവിയെ പ്രത്യക്ഷയാക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുള്ള അനുവാദം വാങ്ങി. അങ്ങനെ ഗംഗ അതിനുള്ള അനുവാദം കൊടുത്ത് അത്യുഗ്രശക്തിയായി ഭൂമിയിലേക്ക് നദിയായി പതിച്ചു. ശിവഭഗവാൻ ഗംഗയെ തൻ്റെ ശിരസിൻ്റെ മുടിയിൽ താങ്ങി നിർത്തി. പക്ഷേ ഗംഗാനദിക്ക് ശിവൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കുവാൻ മനസ്സില്ലായിരുന്നു. ഗംഗാനദി ശിവൻ്റെ ജടയിൽ 4 വശത്തും തട്ടി തകർത്ത് ഇടയിലൂടെയൊക്കെ ഒഴുകാൻ ആരംഭിച്ചു. ഗംഗയുടെ അഹങ്കാരം മനസ്സിലാക്കിയ ശിവൻ ഗംഗയെ തൻ്റെ ശിരസിനുള്ളിൽ ബന്ധിച്ചു. അങ്ങനെ ശിവൻ ഗംഗാധരനായി. ഭഗീരഥൻ്റെ ലക്ഷ്യം വീണ്ടും മുടങ്ങി. ഗംഗയുടെ ഭൂമിയിലേക്കുള്ള ഒഴുക്ക് നിലച്ചു. അതിനാൽ ഗംഗാനദി ഭൂമിയിലൂടെ പ്രവഹിക്കുന്നതിനായി ഭഗീരഥൻ വീണ്ടും ശിവനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്താൻ തപസ് ആരംഭിച്ചു. ഭഗീരഥൻ്റെ തപസ്സിൽ സംതൃപ്തനായ ശിവൻ ഗംഗയെ തൻ്റെ മുടിയിൽ നിന്ന് മോചിപ്പിച്ചു. ശിവനിൽ നിന്നും മോചിതയായ ഗംഗ ശക്തിയായി ഹിമാലയത്തിലൂടെ താഴേക്കൊഴുകി. പക്ഷേ അടുത്ത പ്രശ്നമുണ്ടായി. ഹിമവത്സാനുവിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന ജഗ്നുമുടി മഹർഷിയുടെ ആശ്രമത്തിലൂടെ ഒഴുകിയ ഗംഗാനദിയിലെ വെള്ളം ആ വെള്ളത്തിൽ ആശ്രമം മുങ്ങിപ്പോയി. കുപിതനായ ജഗ്നു മഹർഷി ഗംഗയെ മുഴുവനായും തൻ്റെ കമണ്ഡലുവിൽ ആവാഹിച്ചെടുത്തു. എന്നിട്ട് അത് പാനം ചെയ്തു. അങ്ങനെ വീണ്ടും ഗംഗാപ്രവാഹം തടസ്സപ്പെട്ടു. ഭഗീരഥൻ ജഗ്നുമുനിയെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചു. ആദ്യം മഹർഷി ഭഗീരഥൻ്റെ അപേക്ഷ നിരസിച്ചെങ്കിലും ഒടുവിൽ മറ്റു മുനീന്ദ്രന്മാരുടെ അഭ്യർത്ഥനയാൽ മഹർഷി ഭഗീരഥൻ്റെ അപേക്ഷ അംഗീകരിക്കുകയും ഗംഗയെ തൻ്റെ ചെവിയിലൂടെ
പുറത്തേക്ക് ഒഴുക്കിവിടുകയും ചെയ്തു. ഗംഗ അങ്ങനെ ജാഹ്നവിയായി മാറി. അവസാനം എല്ലാ തടസ്സങ്ങളും തരണം ചെയ്ത് ഗംഗാനദിയെ പാതാളത്തിൽ കപിലാശ്രമത്തിലെത്തിക്കുകയും സഗരൻ്റെ മക്കളുടെ മരണം നടന്നിടത്തും ഒഴുക്കി എല്ലായിടവും ശുദ്ധീകരിച്ച് അവരുടെയൊക്കെ അന്ത്യകർമ്മം നടത്തുകയും ചെയ്തു. സഗരപുത്രന്മാരായ തൻ്റെ പിതാമഹന്മാരെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. ഭഗീരഥനാണ് ഗംഗാനദിയെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലും പിന്നീട് പാതാളത്തിലും എത്തിച്ചതെന്നാണ് ഹൈന്ദവ വിശ്വാസം. അതിനാൽ ഗംഗയ്ക്ക് ഭഗീരഥി എന്ന പേരുകൂടി ലഭിച്ചു. ഇത്രയേറെ കഷ്ടപ്പെട്ട് ആണ് ഭഗീരഥൻ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്നതുകൊണ്ട് കഠിന പ്രയത്നം നടത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭഗീരഥ പ്രയത്നം എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അത് ഇന്നും ഒരു ഭാഷാശൈലിയായി നിലകൊള്ളുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.